ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ PP ദിവ്യയെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയെന്നും മഞ്ജുഷ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന നിലപാടാണ് നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് ഞങ്ങൾക്കറിയാം, അന്വേഷണമൊക്കെ നടത്താൻ നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട. അതായത് ചത്തത് ആത്മഹത്യയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് തന്നെയാണ്, അതിൽ കൂടുതൽ ചോദ്യമൊന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇനി കെട്ടിത്തൂക്കി കൊന്നാണെങ്കിലും ഞങ്ങൾ പറയും അത് ആത്മഹത്യയാണെന്ന്. അല്ല, മറുഭാഗത്ത് വേറൊരു ചൊല്ലും കൂടെ ഉണ്ട് തന്നെയാണ്. ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് ജനങ്ങൾക്കും അറിയാം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കോടതി ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു. അതായത് ഈ കുറ്റപത്രം വായിച്ചിട്ട് ജഡ്ജി ചോദിച്ചത്, നിങ്ങൾ CPM-ന്റെ വേണ്ടിയിട്ട് കഥ എഴുതാൻ മുദ്രിക്കുന്ന ആളുകളാണോ എന്നാണ് ഈ ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചത്. ആ CPM തന്നതിനനുസരിച്ചുള്ള ഒരു പിന്നെന്താണ് കുറ്റപത്രവും കൊണ്ട് കോടതിയിൽ പോയി. കോടതി അത് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു കളഞ്ഞു. അന്ന് ജഡ്ജി ചോദിച്ച കമൻറ്റാണത്. CPM-ന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ നേതാക്കന്മാർ പറയുന്നതനുസരിച്ചാണോ നിങ്ങൾ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ഈ പോലീസ് അന്വേഷിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ കേസിലും വളരെ സ്ട്രോങ് ആയിട്ട് പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സംഘമൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങളതിൽ തൃപ്തരാണ് എന്ന് CPM പറയുന്നു. കാത്തിരുന്ന് കാണാം ആരൊക്കെ തൂങ്ങും CBI വരുമ്പോൾ.